പാരവയ്പ് അഥവാ അള്ളുവയ്പ് ഒരു കലയാണ്. രണ്ടു പേർ ഒറ്റ ചങ്ങാതിമാരാണെന്ന് കണ്ടാൽ പാരവയ്പ്പുകാരന് വിമിഷ്ടമാകും. ഒരു തോന്നലുണ്ടാവും, ഇവന്മാരെ തമ്മിൽ ഒന്ന് തെറ്റിക്കണം. അതിന് ഒരു കൊച്ചു നുണ ധാരാളം മതി. ചങ്ങാതികൾ ശത്രുക്കളായി കഴിഞ്ഞു. ഉറ്റ ബന്ധുക്കളെ അകറ്റാൻ ഇങ്ങനെ നുണ പ്രയോഗിച്ച് ഗോളടിച്ച മഹാന്മാരെയും മഹതികളെയും കണ്ടിട്ടുണ്ടോ? കാണാതിരിക്കത്തില്ല. സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ വീടുകളിലും ഇത്തരം പാരകളുണ്ട്. നമ്മളോട് വല്ലാതെ സ്നേഹം നടിച്ച് മയക്കിക്കളയും. അതിനിടയിൽ പാര പണിയുന്ന പഴുത് പരതുകയുമാണ്. ഭർത്താവിനെ കൊണ്ട് മറ്റുള്ളവർക്ക് അള്ളുവയ്പ്പിക്കുന്ന ഭാര്യമാരും തിരിച്ചുമുണ്ട്. എല്ലാവരുടെയും മുൻപിൽ അവർ ശുദ്ധാത്മാക്കൾ ചമയും. പറഞ്ഞു ഫലിപ്പിക്കാൻ വളരെ വിദഗ്ധരാണ്. മിക്കവരും അവരുടെ നുണപ്രചരണത്തിൽ വീണുപോകും. ഈയിടെ ഒരു സ്ത്രീ വളരെ വ്യസനത്തോടെ എന്നോട് പറഞ്ഞു, എൻ്റെ നാത്തൂൻ എന്നെ പറ്റി നുണ പറഞ്ഞ് വീട്ടുകാരെ മുഴുവനും വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സറിയാത്ത കാര്യമാണ് പറഞ്ഞു പരത്തിയിരിക്കുന്നത്. അത് പലരും വിശ്വസിച്ചു. ചിലർ എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതറിഞ്ഞത്. എല്ലാവരെയും ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എന്ന്. ഞാൻ അവരോട് പറഞ്ഞു, 1000 കലത്തിൻ്റെ വായേക്കാൾ വലിയ വായാണ് ഒരു മനുഷ്യൻ്റെ വിഷം ചീറ്റുന്ന വായ. അവരെ അവഗണിക്കുകയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൽ ജീവിച്ച് വിജയിക്കാൻ ആർക്കും കഴിയത്തില്ല. നുണ വിശ്വസിക്കുന്നവർ എന്ത് കരുതുമെന്ന് ഭയക്കുന്നവർക്ക് ആത്മവിശ്വാസം മെല്ലെ മെല്ലെ നഷ്ടമാകും. അതാണ് അള്ളുവയ്ക്കുന്നവൻ്റെ ലക്ഷ്യവും. അത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ശരിയായിരിക്കാം, പക്ഷേ താങ്ങാനാവുന്നില്ല എന്ന്. മറ്റുള്ളവരെല്ലാം തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ എന്നോർത്ത് ആ പാവ സ്ത്രീയുടെ സന്തോഷം കെട്ടുപോയി. നമ്മുടെ മനസ്സമാധാനം കളയുന്നവരെ ഒഴിവാക്കി ജീവിക്കാൻ പഠിക്കണം. നമ്മോട് ബന്ധം സ്ഥാപിക്കാൻ പിന്നെ എത്ര ശ്രമിച്ചാലും അവരെ അവഗണിക്കാൻ കഴിയണം. ഒരു സ്ത്രീയെ ഇല്ലാതാക്കാൻ സ്വഭാവഹത്യ നടത്തിയാൽ മതി. ഒരു പുരുഷനെ നശിപ്പിക്കാൻ സ്ത്രീജിതനാണെന്ന് പറഞ്ഞ് പരത്തിയാൽ ധാരാളം മതി. ഒരു നല്ല ബന്ധം തകർക്കാൻ ഒരു കൊച്ചു നുണ മതി, അത് ധാരാളം. കാലത്തിന് പക്ഷേ ഒരു നീതിയുണ്ട്, അത് ഒടുവിൽ പ്രത്യക്ഷപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. നുണകൾ പ്രചരിപ്പിക്കുന്നവരെ മറ്റുള്ളവർ തിരിച്ചറിയും. ചാരക്കേസ്, സോളാർ കേസ്, ഇതൊക്കെ നമ്മൾക്ക് വലിയ പാഠമാണ്. ജീവിതത്തിൽ ഇടയ്ക്ക് ഒരു കണക്കെടുപ്പ് നടത്തണം. ഞാൻ എത്ര പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട്, എത്ര നിസ്സഹായരെ കരയിച്ചിട്ടുണ്ട്, എത്ര പേരെ വീഴ്ത്തിയിട്ടുണ്ട്, ആരുടെയെല്ലാം കണ്ണീർ എൻ്റെ മേൽ വീഴുന്നുണ്ട് എന്ന്. തിരുത്താമെങ്കിൽ കഴിവതും ഉടൻ തന്നെ തിരുത്തണം. നേരിട്ട് പറയാൻ വയ്യെങ്കിൽ വാട്സാപ്പിൽ 2 വാക്കുകൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, പറ്റിപ്പോയി വിട്ടുകളയണേ എന്ന്. എന്നിട്ട് തിരിച്ചു കിട്ടിയ മനസ്സമാധാനത്തെ നോക്കി നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.